എന്ത് ഒരു മിനി ഗോവ തന്നെയാണ് നമ്മുടെ ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. ഫുള്ള് സായിപ്പ് മദാമ്മമാരായിരുന്നു മൊത്തം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നലെ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തോട്ടാട്ടോ പോകുന്നത്. എന്നിട്ട് ഒരു 9 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ റൂമൊന്നും നേരത്തെ കുട്ടി ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റൂമൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് നടക്കേണ്ടൊക്കെ വന്ന് അങ്ങനെ റൂമൊക്കെ സെറ്റായി. പിന്നെ ടയേർഡ് കാരണം നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ വെളുപ്പിന് 3:30 ആയി. അപ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നേരെ നമ്മൾ പോകും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാണ്. അമ്മ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സാരിയോടെ ടയേർഡായിട്ട് കിടപ്പാണ്. ഒരാൾ കൂടി ഉണ്ട് കുളിക്കരയാണ്, എത്തിയിട്ടില്ല. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം. നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം പൂ വാങ്ങാനായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇപ്പോൾ സാനുവിനും ചേച്ചിക്കും പൂ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ടൊരു കടയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പൂ വാങ്ങാൻ വേണ്ടി കയറിയത്. ഗായ്സ്, നമ്മൾ വെളുപ്പിനെ കയറിയിട്ടാ ഇപ്പോൾ. എന്നിട്ട് പോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒന്നും കൂടി വന്നതാട്ടോ. അപ്പോഴേക്കും നല്ല വെയിലായി ഗായ്സ്. പിന്നെ അതുപോലെ നമ്മൾ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായില്ല. അപ്പോൾ തിരക്ക് ഗായ്സ് കൂടി. സാനു റോസാപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ട് തലയിൽ വെക്കാനായിട്ട് മുല്ലപ്പൂ വേണ്ടാന്ന് പറഞ്ഞ്, അതെല്ലാം മുല്ലപ്പൂ ആകാൻ പോയപ്പോൾ മുല്ലപ്പൂ പോലത്തെ ഒരു സാധനം. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുല്ലപ്പൂവായിട്ട് തോന്നും. അത് നമുക്കും മുല്ലപ്പൂവായിട്ട് തന്നെയാണ് തോന്നിയത്. ബട്ട് യെസ്, അത് മുല്ലപ്പൂ അല്ല, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ശരിക്കും തന്നെ, പക്ഷേ മണില്ല. അതാണ് സംഭവം. മണില്ല. 50 രൂപ കേട്ടോ മുല്ലപ്പൂവിൻ്റെ ഒക്കെ തന്നെ സെയിം വില തന്നെ. സാനുവിനെ ഇപ്പോൾ റോസാപ്പൂ വാങ്ങി തലവയ്ക്കാൻ. ഏതളൊക്കെ പോരുന്നുണ്ട്. ഇയാൾക്കത് കൈ പിടിച്ചാൽ മതിയായിരുന്നത്. പോരത് അപ്പോൾ ഗായ്സ്, നമ്മൾ വന്ന സമയത്ത് ഇപ്പം വെച്ചാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ വെളുപ്പിനെ വന്നപ്പോൾ നമുക്ക് ചുറ്റുപാടൊന്നും വരെയൊക്കെ കാണാനൊന്നും പറ്റിയിരുന്നില്ല. വേഗം കയറി ചെന്ന് തൊഴുത് വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ തുടക്കം ചെന്നപ്പോൾ തന്നെ നമ്മുടെ കാറിൻ്റെ കീയൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ കാറിനാണ് നമ്മൾ വന്നത്. അപ്പോൾ കാറിൻ്റെ കീ കൊടുക്കണമെങ്കിൽ ക്ലോക്ക് റൂമിൻ്റെ അവിടെ ക്യൂ നിൽക്കണമായിരുന്നു. അപ്പോൾ ക്യൂ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അവിടെ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആകെ പെട്ട അവസ്ഥയായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു കുഞ്ഞിക്കടയിൽ നമ്മളുടെ കീ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തുടക്കം വന്നതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ മര്യാദക്കൊക്കെ തൊഴാനൊക്കെ പറ്റി. അപ്പം നമ്മൾ ആ സമയത്ത് ചുറ്റുപാടൊന്നും മര്യാദക്ക് കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ കുറച്ച് വെട്ടമൊക്കെ വെച്ചപ്പോൾ വന്നത്. ഇപ്പോൾ ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അമ്പലക്കുളം ഉണ്ട്. അതാണ് മെയിൻ. ഇതിൽ നിറച്ച് മീനുകളാണ്. വലിയ തന്നെ ചെറിയ മീനുകളൊന്നുമല്ല ഗൈസ്, ഫുള്ള് വലിയ മീനുകളാണ്. നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. അത്ര വലിയ മീനുകളായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ മീനുകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു കടയിൽ തന്നെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച്. നമ്മൾ മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെ ഓരോന്നൊക്കെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നേരെ പിന്നെ പോകുന്നത് നമ്മൾ സൂവിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ സൂവിലെ വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം അവിടെ കുറേ ഉണ്ട്. ഇത്ര വലിയ സൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സൂവിൽ പോയതിൻ്റെ വീഡിയോ നമുക്ക് വേറെ ഇടാം. അപ്പോൾ നമ്മൾ സൂവിൽ പോയതിന് തിരിച്ചിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ മ്യൂസിയം കാണാൻ വന്നിട്ടോ. അപ്പോൾ മ്യൂസിയം കാണാൻ വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ആ ഗോപുരം പോലില്ലേ ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത്, ഇതെന്ന് പറയുന്നത് പണ്ടിങ്ങനെ മൈക്കോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ
നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും. അതാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റേഡിയോ പോലെ അവിടുത്തെ വാർത്തയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒച്ചയിൽ അതിങ്ങനെ കേൾക്കും, ഭയങ്കര എക്കോയിൽ കേൾക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ഗോപുരത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഇതിൻ്റെ പേരെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സെൻറ്ററിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. സ്ഥലം ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വായു ഗുണനിലവാരം മോശം അവസ്ഥയിൽ തുടരുന്നു. കേന്ദ്ര മലിനീകരണ ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക ഇന്ന് രാവിലെ 6 മണിയോടെ 360 വൈഷ്ണവ് കേരളത്തിലെത്തി. റെയിൽവേയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം അവലോകനം. നമ്മളിപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ മ്യൂസിയം വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചൈനീസ് മോഡലൊക്കെ ഉള്ളൊരു പോലത്തെ മ്യൂസിയമാണ് കേട്ടോ. അതിൻ്റെ പുറമൊക്കെ കാണാനായിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ്. നമ്മുടെ ചൈനീസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ചൈനീസിൽ, നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു മോഡലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. ഇതൊന്നും നേപ്പിയർ മ്യൂസിയം അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറാനായിട്ട്, ഇതാണ് മ്യൂസിയം, അപ്പോൾ അതിലോട്ട് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപയാട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ശരി പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ഓൺലി ഫോട്ടോസ് മാത്രമാണ് അലൗഡ്. ഫോൺ അലൗഡ് ആണ്, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി. കുറേ സംഭവങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റിയിട്ടാണ്. വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, അങ്ങനത്തെ കുറേ നമ്മൾ ഇതുവരെയും കാണാത്ത പല മ്യൂസിയങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെയും കാണാത്ത കുറേ സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഈ ചൈനീസായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു. അവിടുത്തെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചിരുന്ന ആഭരണപ്പെട്ടി, മിറർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, വാള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങി. എന്തുവാ കൂട്ട് കിടക്കുന്നത് കണ്ടു, നോക്ക് മക്കളെ, നോക്ക് തിരുവനന്തപുരത്ത് വരണം മക്കളെ, നോക്ക് മക്കളെ, നോക്ക്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിലാണ് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാണ്ട് പോകാനായിട്ട് പറ്റില്ല, ആ ഒരു രീതിയിലാണ് അവരതിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഉപ്പിലിട്ടത് വാങ്ങാനായിട്ട് പോയിട്ടാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ പാക്കറ്റിലാക്കിയിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ നെല്ലിക്ക, അതുപോലെ തന്നെ കൈതച്ചക്ക, മാങ്ങ, പിന്നെ അരിനെല്ലിക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ മുളകൊക്കെ ഇട്ടിട്ട് ഇപ്പം തന്നെ വായിൽ പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു ഗൈസ്. കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വെള്ളം വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങി, നെല്ലിക്ക വാങ്ങി, ചെറിയ നെല്ലിക്ക വാങ്ങി, അരിനെല്ലിക്ക വാങ്ങി, മാങ്ങ വാങ്ങി, പിന്നെ പൈനാപ്പിൾ വാങ്ങി, 3 എണ്ണം വാങ്ങിയിട്ടാ. പക്ഷേ ഈ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നും വിചാരിച്ചു. പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ടേസ്റ്റ് ഉണ്ടായിരുന്ന കൈതച്ചക്ക മാത്രമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ നേരെ പോകുന്നത് വർക്കലേക്കാണ്, നമ്മുടെ വർക്കല ക്ലിഫ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ലുലു മാളിൻ്റെ അടുത്തായിട്ടൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു. അങ്ങനെ കേട്ടോ നമ്മൾ കയറിയത്, ഓലയൊക്കെ വെച്ചിട്ടുള്ളൊരു കട. അപ്പോൾ നമ്മൾ ചേച്ചിയും ചേട്ടനും പൊതിച്ചോറ് വാങ്ങി, സാനിനൊരു ബിരിയാണി വാങ്ങി, അമ്മ സാധാ ചോറാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനും ശിവയും കൂടി ഈ വലിയൊരു ചട്ടിച്ചോറ് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കാണുന്ന പോലെ നല്ല വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും റേറ്റ് ആണെങ്കിൽ ഭയങ്കര കൂടുതലും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നമ്മുടെ വർക്കലയിലോട്ട് വിട്ടിട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ വർക്കലയിൽ എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കലയിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ നേരെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനായിരുന്നു പ്ലാൻ കേട്ടോ. നമ്മൾ വർക്കലയിൽ എത്തി. ഇതാണ് നമ്മുടെ വർക്കല ബീച്ച് ഗൈസ്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു ബീച്ച് എന്നൊക്കെ പറയാൻ പറ്റില്ല, അതേപോലെയാണ് സംഭവം. കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിലൊക്കെ നടക്കാനായിട്ട് ഇങ്ങനെ ഒരു കുറേ നടക്കാനുണ്ട്. നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം കുറേ നടക്കാനുണ്ട്. അതന്നെ ഇങ്ങനെ കുത്തനെ ഉള്ള ഇങ്ങനെ കല്ലുകൾ പാകിയിട്ടുള്ളൊരു പാതയാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ
അവിടെ ചെന്ന് കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബീച്ചൊക്കെ കണ്ട് അവിടെ അത്യാവശ്യം വെയിലായതുകൊണ്ട് നമ്മൾ ബീച്ചിലോട്ട് അങ്ങനെ ഇറങ്ങാനായിട്ട് നിന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു മിനി ഗോവ തന്നെയാണ് നമ്മുടെ ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. ഫുള്ള് സായിപ്പ് മദാമ്മമാരായിരുന്നു മൊത്തം. കുറേ മിക്കത് നമ്മൾ ആ വന്ന വഴിയൊക്കെ ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഏതോ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അങ്ങനത്തെ ഗോവയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഫീലില്ല, അത് തന്നെയായിരുന്നു ഈ വർക്കല ബീച്ചിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് കേട്ടോ. വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി ഭയങ്കര ഇതാക്കാനൊന്നും നിന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ബീച്ചൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ നോക്കി കുറച്ച് നേരം വായ നോക്കിയൊക്കെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ പോരുന്ന വഴി നമ്മളൊരു കഫേയിൽ കയറിയായിരുന്നു കേട്ടോ. ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടെ ഇങ്ങനത്തെ ഭയങ്കര ഒരു കുറച്ച് മോഡലായിട്ടുള്ള കഫേകളൊക്കെയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്, എല്ലാ കഫേസും കാണാനായിട്ട്. നമ്മൾ കോൾഡ് കോഫിയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരു പോപ്കോണോ അങ്ങനെന്തോ പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് കോൾഡ് കോഫി പറഞ്ഞത്. അങ്ങനെ അല്ല, കോൾഡ് കോഫിയും പറഞ്ഞു, പിന്നെ ഒരു ക്യാപ്പിച്ചിനോയും പറഞ്ഞായിരുന്നു. ഈ 2 സംഭവങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കഫേയിലൊക്കെ നല്ല ഫോട്ടോ സീൻസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കഫേ ആയിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നമ്മളുടെ വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. പോകുന്ന വഴിയുള്ള സീൻസാണ് ഇത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഈ തീരദേശ റോഡുണ്ടല്ലോ, ആ ഒരു വഴിയാണ് നമ്മൾ പോയത് മൊത്തം. അപ്പോൾ നമുക്ക് ഭയങ്കര ബ്ലോക്കൊക്കെ കുറവായിരിക്കും. ഈ തിരുവനന്തപുരത്ത് ഭയങ്കര ഇതൊക്കെ നടക്കുന്നുണ്ട്, റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വഴി നല്ല സൂപ്പറായിട്ട് കാണാനായിട്ട് നമുക്കിങ്ങനെ കണ്ട് പോവാം. ഫുള്ള് ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മുടെ വർക്കല ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം സമയം ഏകദേശം 9 മണി 9:30 ആയിട്ടാണ്. ഇപ്പം എവിടെയാണ് നമ്മൾ ഈ സ്ഥലം എവിടെയാണ് അറിയോ? അമ്പലപ്പുഴ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിക്കാണ്ട ഒരു തട്ടുകടയിലാണ് കയറിയേക്കണത്. നമ്മുടെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡിന്നർ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് കിടന്നുറങ്ങും ഗൈസ്. ഉറക്കക്ഷീണം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിക്കലും കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെയും ഗൈസ്, ബൈ.